ചെകുത്താന്റെ എപ്പിസോഡ് 60ലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഥ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ചെയ്യാൻ മറക്കല്ലേ. കഥ തുടങ്ങുമ്പോൾ അഞ്ജലി പീയൂഷിന്റെ കഴുത്തിൽ നഖം കൊണ്ട് കുത്തുമ്പോൾ പീയൂഷിന്റെ ബോധം പോവുകയാണ്. ബോധം പോകുന്ന പീയൂഷ് ബെഡിലേക്ക് വീഴുകയാണ്. ഇതേ സമയം നേത്ര നിക്കിയെ അന്വേഷിച്ച് പാലസ് മുഴുവൻ നടക്കുകയാണ്. തുടർന്ന് അഞ്ജലി പീയൂഷിനെ തൊടാൻ പോകുന്ന സമയം പുറകിൽ കൂടി വരുന്ന നിക്കി അഞ്ജലിയുടെ തലയിൽ അടിക്കുകയാണ്. അപ്പോൾ അഞ്ജലി താഴെ വീഴുകയാണ്. നിക്കി അഞ്ജലിയോട് ഇവിടെ നിന്ന് പോകാൻ പറയുകയാണ്. അത് കേട്ടിട്ട് അഞ്ജലി നിക്കിയെ കൊല്ലാൻ വരുന്നത് കാണുന്ന നിക്കി ചലാവ കൊടുത്തുവിട്ട വെള്ള കൽക്കണ്ട് പോലെ ഇരിക്കുന്നത് അഞ്ജലിയുടെ നെറ്റിൽ വയ്ക്കുകയാണ്. അപ്പോൾ അഞ്ജലി മരിച്ചു വീഴുകയാണ്. ഈ സമയം ആ റൂമിലേക്ക് മാലിക് നേത്രയും വരികയാണ്. അഞ്ജലി മരിച്ചു കിടക്കുന്നത് കാണുന്ന മാലിക്കിന് ദേഷ്യം വരികയാണ്. മാലിക് നേത്രയോട് പീയൂഷ് നിക്കി ഈ പാലസിൽ നിന്ന് പുറത്തു പോകാൻ പാടില്ല എന്ന് പറയുകയാണ്. ഈ സമയം ചലാവ കൊടുത്തുവിട്ട് അദൃശ്യ ഷീറ്റിന്റെ അകത്ത് നിൽക്കുകയാണ് നിക്കിയും പീയൂഷും. മറുവശത്ത് മാലിക് മാന്ത്രിക കണ്ണാടിയിലൂടെ നോക്കുമ്പോൾ നിക്കിയെ കാണാത്തത് കൊണ്ട് ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് മാലിക്. തുടർന്ന് നിക്കി പീയൂഷിനോട് ഈ ഷീറ്റിന്റെ അകത്ത് നിന്ന് പുറത്തു വരാൻ പാടില്ല, പീയൂഷ് ഫോറിൻ കട്ടിന്റെ പുറത്തു പോകണം, കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇവിടെയുള്ള എല്ലാ പ്രശ്നങ്ങളും മാറിയതിനു ശേഷം വന്നാൽ മതി. മാലിക്കിന്റെ ചെറുത്താമൃഗങ്ങൾക്ക് പോലും പീയൂഷിനെ കണ്ടുപിടിക്കാൻ കഴിയില്ല, പീയൂഷ് ഇവിടെ നിന്നാൽ മാലിക് കൊന്നു കളയും എന്നൊക്കെ പറയുകയാണ് നിക്കി. എന്നിട്ട് നിക്കി കുടിക്കാനുള്ള വെള്ളവും കുറച്ച് സാധനങ്ങളും ഉള്ള ബാഗ് പീയൂഷിന് കൊടുക്കുകയാണ്. വളരെ വിഷമത്തോടെ നിക്കി പീയൂഷിനെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ്. ശേഷം മാലിക് നേത്രയോട് നിക്കി സ്വർണ്ണപ്രഭയായി മാറി തുടങ്ങി എന്ന് നിക്കിക്ക് മനസ്സിലായില്ല, പക്ഷെ എനിക്കത് മനസ്സിലായി. എന്റെ കൺമുമ്പിൽ നിന്ന് ഞാൻ വേട്ടയാടാൻ വെച്ചിരുന്ന എന്റെ ഇരയെ അവൾ ഒളിപ്പിച്ചു. അതാണ് ഞാൻ എപ്പോഴും പറയുന്നത് നിക്കി മൈ പ്രഷ്യസ് ആണെന്ന്. ഈ കഥ എഴുതിയത് ഞാനാണ്. ഈ കഥയിലെ ക്ലൈമാക്സും ട്വിസ്റ്റും എനിക്കറിയാം. നേത്രയുടെ റോള് നേത്ര നന്നായി ചെയ്യണമെന്ന് പറയുകയാണ് മാലിക്. അത് കേൾക്കുന്ന നേത്ര ഞാൻ എന്റെ റോള് നന്നായി ചെയ്യും, പീയൂഷിനെ ഞാൻ കണ്ടുപിടിക്കും എന്ന് പറഞ്ഞ് നേത്ര അവിടെ നിന്ന് പോവുകയാണ്. ഈ സമയം നിക്കി പീയൂഷിനെ ഈ ഫൂറൻ കെട്ടിൽ നിന്ന് രക്ഷപ്പെടുത്തി എന്ന് വിക്രമിനോട് സുമിത്രയോടും പറയുകയാണ്. നേത്രയ്ക്ക് മാലിക്കിനെയും പീയൂഷിനെ ഒരിക്കലും കണ്ടുപിടിക്കാൻ കഴിയില്ല എന്ന് നിക്കി പറയുന്നത് കേൾക്കുന്ന സുമിത്ര നിക്കിയെ അടിക്കുകയാണ്. എന്നിട്ട് നിക്കിയോട് എന്റെ കുഞ്ഞിനെ നീ എന്നേക്കുമായി എന്റെ അടുത്തുനിന്ന് അകറ്റിയില്ലേ, നീ ഈ ഫൂറൻ കെട്ടിൽ ഒരിക്കലും വരാതിരുന്നാൽ മതിയായിരുന്നു നിക്കി, മാലിക്കിന്റെ കയ്യിൽ നിന്ന് പീയൂഷിനെ ഒരിക്കലും രക്ഷിക്കാൻ കഴിയില്ല എന്ന് അലറി വിളിച്ചു പറയുകയാണ് സുമിത്ര. സുമിത്ര പറഞ്ഞതെല്ലാം കേട്ട് വിഷമത്തോടെ കരഞ്ഞുകൊണ്ട് നിക്കി അവിടെ നിന്ന് പോവുകയാണ്. ശേഷം പുറത്തു വരുന്ന നിക്കിക്ക് സുമിത്ര പറഞ്ഞ വാക്കുകളെല്ലാം ആലോചിച്ച് വിഷമവും ദേഷ്യവും കൊണ്ട് ഞാൻ ഒരിക്കലും സ്വർണ്ണപ്രഭ അല്ല എന്ന് പറഞ്ഞ് അലറി വിളിക്കുകയാണ് നിക്കി. നിക്കിയുടെ ആ അലറിയുള്ള വിളി കാരണം അവിടെയുള്ള മരങ്ങളെല്ലാം ഒടിഞ്ഞു വീഴുകയാണ്. അതെല്ലാം കാണുന്ന നിക്കി പേടിച്ചിരിക്കുകയാണ്. ഞാനാണോ ഇതെല്ലാം ചെയ്തത് എന്നൊരു കൺഫ്യൂഷനിൽ നിൽക്കുന്ന നിക്കിക്ക് നിക്കിയുടെ ഉള്ളിൽ സ്വർണ്ണപ്രഭ ഉണ്ടെന്ന് മനസ്സിലാവുകയാണ്. ഫൂറൻ കട്ട് മുഴുവൻ നോക്കിയിട്ടും പീയൂഷിനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ് നേത്ര മാലിക്കിന്റെ അടുത്ത് വരികയാണ്. അത് കേട്ട് ദേഷ്യം വരുന്ന മാലിക് എവിടെ ഉണ്ടെങ്കിലും പീയൂഷിനെ കൊണ്ടേ വരാവൂ എന്ന് നേത്രയോട് പറയുമ്പോൾ നേത്ര അവിടെ നിന്ന് പോവുകയാണ്. നേത്ര പോകുന്നത് കാണുന്ന മാലിക് ഉടൻ തന്നെ രണ്ടാമത്തെ ചടങ്ങ് നിക്കിയെ കൊണ്ട് ചെയ്യിക്കണം. രണ്ടാമത്തെ ചടങ്ങെന്ന് വെച്ചാൽ സ്വർണ്ണപ്രഭ മരിക്കുന്നതിന് മുമ്പ് പോയ രണ്ടാമത്തെ സ്ഥലം. അവിടെ നിന്ന് നിക്കിക്ക് എന്ത് ശക്തിയാണ് കിട്ടാൻ പോകുന്നതെന്ന് മാലിക്കിന് എന്ത് ശക്തിയാണ് കിട്ടാൻ പോകുന്നതെന്ന് നമുക്ക് വഴിയെ മനസ്സിലാക്കാം. ശേഷം വിക്രമിന്റെ അടുത്ത് വരുന്ന നിക്കിയോട് വിക്രം ഓരോ ആക്ഷൻ കാണിച്ചു കൊടുത്തും ക്ലൂ കൊടുക്കുമ്പോഴും നിക്കിക്ക് മാലിക് അമർ അല്ല എന്ന് മനസ്സിലാവുകയാണ്. അത് മനസ്സിലാക്കുന്ന നിക്കി ആദ്യം ഒരു ഷോക്ക് അടിച്ചതുപോലെ ഇരിക്കുകയാണ്. അപ്പോഴാണ് നിക്കി ഭൂതകാലത്തിൽ പോയ കാര്യം ആലോചിക്കുന്നത്. അകാൽ ശത്രു അമർ ആകുന്നതിന് മുമ്പേ സ്വർണ്ണപ്രഭ അകാൽ ശത്രുവിനെ കൊന്നു. അപ്പോൾ എന്റെ ഉള്ളിലുള്ള സ്വർണ്ണപ്രഭയിലൂടെ സ്വർണ്ണ ബുക്ക് കണ്ടുപിടിച്ച് അതുവഴി അമർ ആകാനാണ് മാലിക്കിന്റെ പ്ലാൻ എന്ന് നിക്കിക്ക് മനസ്സിലാവുകയാണ്. ശേഷം മാലിക് ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ അവിടേക്ക് നിക്കി വരികയാണ്. നിക്കിയെ കാണുന്ന മാലിക് സന്തോഷത്തോടെ നിൽക്കുകയാണ്. മാലിക്കിന്റെ അടുത്ത് വരുന്ന നിക്കി എനിക്ക് പീയൂഷുമായി ഒരു ബന്ധവുമില്ല, ഞാൻ ഇന്നു മുതൽ മാലിക്കിന്റെ ദാസിയാണ്, അടുത്ത ചെറുത്താൻ ചടങ്ങ് ചെയ്യാൻ ഞാൻ റെഡിയാണെന്ന് പറയുകയാണ് നിക്കി. നിക്കി പറഞ്ഞതെല്ലാം കേട്ട് സന്തോഷത്തോടെ നിക്കിയെ നോക്കി നിൽക്കുകയാണ് മാലിക്. മാലിക്കിനെ നോക്കി നിക്കി ഞാനും സ്വർണ്ണപ്രഭ ആകാൻ ആഗ്രഹിക്കുന്നു, ഈ ചടങ്ങുകളെല്ലാം ചെയ്തു തീർത്ത് എനിക്ക് സ്വർണ്ണപ്രഭ ആവണം, എന്നിട്ട് സ്വർണ്ണപ്രഭയുടെ ആ ശക്തികൾ കൊണ്ട് മാലിക്കിനെ നശിപ്പിക്കുമെന്ന് മനസ്സിൽ പറയുകയാണ് നിക്കി. നിക്കിയുടെ അടുത്ത് വരുന്ന മാലിക് നിക്കിയോട് നീ ഒരു ദിവസം പീയൂഷിനെ വേണ്ടെന്ന് വെച്ച് എന്റെ അടുത്ത് വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നു, ചാപ്റ്റർ 2 സ്റ്റാർട്ട് ചെയ്യാൻ സമയമായി എന്ന് പറഞ്ഞ് മാലിക് സ്വർണ്ണപ്രഭയ്ക്ക് വേണ്ടിയുള്ള രണ്ടാമത്തെ ചടങ്ങായ നരഭക്ഷിയുടെ മുടി കൊണ്ടുവരാൻ പറയുകയാണ്. അത് കേട്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് നിക്കി. ഈ സമയം മറുവശത്ത് പീയൂഷ് നടന്നു തളർന്ന് ബോധം കെട്ട് വീഴുകയാണ്. പീയൂഷിനെ അന്വേഷിച്ച് നടക്കുന്ന നേത്ര തന്റെ മാന്ത്രിക ശക്തി കൊണ്ട് കാട്ടിന്റെ അകത്തുള്ള എല്ലാ ദുഷ്ടശക്തികളെയും വിളിച്ചു വരുത്തുകയാണ്. എല്ലാ ദുഷ്ടശക്തികളും വരുന്നത് കാണുന്ന നേത്ര അവരോട് മാലിക്കിന്റെ ശത്രുവിന്റെ കാൽപ്പാട് കാണിച്ചു തരാൻ പറയുകയാണ്. അപ്പോൾ അവിടെ മുഴുവൻ പച്ച കളർ ആവുകയാണ്. കുറച്ച് കഴിയുമ്പോൾ നേത്രയ്ക്ക് പീയൂഷിന്റെ കാൽപ്പാട് തെളിഞ്ഞു കാണാൻ കഴിയുകയാണ്. അങ്ങനെ നേത്ര പീയൂഷിന്റെ കാൽപ്പാട് കാണുന്ന വഴിയെ ചെകുത്താൻ മൃഗങ്ങളോടൊപ്പം പോവുകയാണ്. ഈ സമയം പീയൂഷ് ബോധമില്ലാതെ കിടക്കുന്ന ഭാഗത്തുള്ള ഭൂമി പിളർന്ന് പീയൂഷ് ഭൂമിയുടെ അടിയിലേക്ക് പോവുകയും ഭൂമി പഴയതുപോലെ ആവുകയും ചെയ്യുന്നു. ശേഷം ഒരു പഴയ വീട്ടിൽ പീയൂഷിനെ ഒരു മുത്തശ്ശി ചികിത്സിക്കുകയാണ്. ബോധം വരുന്ന പീയൂഷ് അവരോട് നിങ്ങൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ നിന്നെ രക്ഷിക്കാൻ ബാലദേവി പറഞ്ഞു വിട്ടതാണെന്ന് പറയുകയാണ് മുത്തശ്ശി. അപ്പോൾ എങ്ങനെയോ പീയൂഷ് അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കി നേത്രയും ചെകുത്താൻ മൃഗങ്ങളും മുത്തശ്ശിയുടെ വീട്ടിൽ വരികയാണ്. നേത്ര പീയൂഷിനോട് പുറത്തു വരാൻ പറയുകയാണ്. ദേഷ്യം വരുന്ന നേത്ര ആ വീട്ടിന്റെ അകത്ത് കയറുമ്പോൾ അവിടെ ആരെയും കാണാത്തത് കൊണ്ട് ദേഷ്യം വരുന്ന നേത്ര തന്റെ മാന്ത്രിക ശക്തി കൊണ്ട് പീയൂഷ് പോകുന്നത് കാണുകയാണ്. അത് കാണുന്ന നേത്ര ചെകുത്താൻ മൃഗങ്ങളോടൊപ്പം പീയൂഷിന്റെ പുറകെ പോവുകയാണ്. പീയൂഷിനെ നേത്ര കണ്ടുപിടിക്കുമോ എന്നറിയാനും നിക്കി നരഭക്ഷിയുടെ അടുത്ത് പോകുന്നത് കാണാനും അടുത്ത എപ്പിസോഡ് ഇടുന്നവരെ വെയിറ്റ് ചെയ്യണേ. താങ്ക്